أمور محدثاتها وكل بدعة ضلالة أيها الإخوان أوصيكم وإياي بتقوى الله. സഹോദരന്മാരെ, അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഉപേക്ഷിക്കാനായി അള്ളാഹു നിർദ്ദേശിച്ചവയെല്ലാം ഏതവസരത്തിലും ഉപേക്ഷിക്കാനും നാം ബാധ്യസ്ഥരാണ്. ആ ഒരു സൂക്ഷ്മതയുള്ള ജീവിതത്തിന് അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. സ്വയം ഓർമ്മിക്കുകയാണ്, എല്ലാവരോടും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. സൂറത്തുൽ അന്നാമിലെ ഒരായത്ത് ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആദ്യം. ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ അലാ താഇമി യത്അമുഹു ഇല്ലാ യകൂന മൈതതൻ ഔ ദമൻ മസ്ഫൂഹൻ ഔ ലഹ്മ ഖിൻസീരിൻ ഫഇന്നഹു റിജ്സ് ഔ ഫിസ്കൻ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി ഫമൻ ഉദ്ററ ഗൈറ ബാഇൻ വലാ ആദിൻ ഫഇന്ന റബ്ബക ഗഫൂറുർ റഹീം. ഖുൽ, നീ പറയുക, ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ, എനിക്ക് വഹി നൽകപ്പെട്ടതിൽ ഞാൻ കാണുന്നില്ല, മുഹറമൻ നിഷിദ്ധമായതായിട്ട്, അലാ താഇമി യത്അമുഹു ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് ആഹരിക്കാൻ പാടില്ലാത്തതായിട്ട് താഴെ പറയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് വഹി ലഭിച്ചിട്ടുള്ളൂ. ഇല്ലാ യകൂന മൈതതൻ, ശവമാണെങ്കിൽ കഴിക്കാൻ പാടില്ല, ഔ ദമൻ മസ്ഫൂഹൻ, ഒഴുകുന്ന രക്തമാണെങ്കിൽ കഴിക്കാൻ പാടില്ല, ഔ ലഹ്മ ഖിൻസീറിൻ, അല്ലെങ്കിൽ പന്നിയുടെ മാംസവും കഴിക്കാൻ പാടില്ല, ഇന്നഹു റിജസ്, അത് മലിനമാണ്, മ്ലേച്ഛമാണ്. വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബിഹി, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടവയും ശബ്ദമുയർത്തപ്പെട്ടവയും കഴിക്കാൻ പാടില്ല. ഫമൻ ഉദ്ററ ഗൈറ ബാഇൻ വലാ ആദിൻ, പക്ഷേ നിർബന്ധിതമായ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഇതൊക്കെ കഴിക്കേണ്ടി വന്നാൽ കഴിക്കുന്നതിന് കൊതിയോടെയല്ല, അതുപോലെ തന്നെ പരിധി വിടാതെയുമാണെങ്കിൽ എൻ്റെ രക്ഷിതാവ് ഓർക്കുന്നവനാണ്, കാരുണ്യവാനുമാണ്. സൂറത്തുൽ അന്നാമിൻ്റെ പ്രത്യേകത ഇത് ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ് എന്നാണ്. ഹിജ്റക്ക് മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയ സൂറത്തുകളുടെ പ്രത്യേകത അതിൽ മതത്തിൻ്റെ അടിസ്ഥാന വിഷയങ്ങളായ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് സംസാരിക്കുക. വിശ്വാസപരമായ അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി, ജീവിതവുമായി ബന്ധപ്പെട്ട ആഹാര നിയമം, വസ്ത്രത്തിൻ്റെ നിയമം, കുടുംബജീവിത നിയമം, ഈ തരം നിയമങ്ങളൊക്കെ ഹിജ്റക്ക് മുമ്പിറങ്ങിയ സൂറത്തുകളിൽ പൊതുവേ കാണപ്പെടാറില്ല, വളരെ കുറവായിട്ടല്ലാതെ. കാരണം ആ നിയമങ്ങളെല്ലാം പഠിപ്പിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷമാണ്, മദീന യാത്രയ്ക്ക് ശേഷമാണ്. അപ്പോൾ സൂറത്തുൽ അന്നാമിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ വിശ്വാസ കാര്യങ്ങളാണ്. അതിനിടയിൽ ഒരു കാര്യം പ്രധാനമായി പലായനത്തിന് മുമ്പ് തന്നെ അള്ളാഹു സംസാരിച്ചു, ആഹാരത്തെ പറ്റിയുള്ളൊരു സംസാരം. അതിൽ പ്രധാനമായി എടുത്തു പറഞ്ഞ ഭാഗം വമാ ഉഹില്ല ബിഹി ലിഗൈരില്ല എന്നാണ്. അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി അറുക്കപ്പെടുന്ന മാംസം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയോ അല്ലാഹുമ്മ എന്ന് പറഞ്ഞോ എന്നുള്ളതല്ല വിഷയം. ആ ബലി നടന്നത്, ആ അറവ് നടന്നത് അള്ളാഹു അല്ലാത്ത മറ്റാരുടെയോ ഒരു സംതൃപ്തിയും പൊരുത്തവും തേടിക്കൊണ്ടാണെങ്കിൽ അതൊരു കാരണവശാലും കഴിക്കാൻ പാടില്ല, ആഹാരം കഴിക്കാൻ പാടില്ല എന്ന് പലായനത്തിന് മുമ്പ് തന്നെ നിയമങ്ങൾ വിശദീകരിച്ച് തുടങ്ങും മുമ്പേ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതിൻ്റെ ഗൗരവം മലയാളികളായ കേരളത്തിൽ നിന്ന് വരുന്നവരായ നമ്മൾ ഇഷ്ടം പോലെ ഇത്തരത്തിലുള്ള അറിവുകളും ആഹാരങ്ങളും വിതരണം ചെയ്യപ്പെടുന്ന ഒരു നാട്ടിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ശ്രദ്ധയിലുണ്ടാവണമെന്ന് കരുതിയിട്ടാണ് ആദ്യമേ അവിടെ ഒരു പ്രാധാന്യം കൊടുത്ത് സംസാരിച്ചത്. അപ്പോൾ ആ കൂട്ടത്തിൽ നിഷിദ്ധമായ ആഹാരങ്ങളെക്കുറിച്ച് പറയുന്ന ആയത്താണിത്. ആ ആയത്ത് പറയുന്ന രീതി ഇതാണ്: എനിക്ക് വഹിയായി നൽകപ്പെട്ടതിൽ ഒരാഹരിക്കുന്നവന് നിഷിദ്ധമായതായി ഞാൻ ഇതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അപ്പം താഴെ പറയുന്ന വസ്തുക്കൾ തിന്നാൻ പാടില്ല എന്ന് വിലക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതിലെ ഒന്ന് ശവം തിന്നാൻ പാടില്ല എന്നാണ്. നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ശവങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മത്സ്യവും മറ്റൊന്ന് വെട്ടുകിളി എന്ന ആ പ്രാണിയും. അത് രണ്ടും ശവമാണെങ്കിലും കഴിക്കാം, അറുക്കണമെന്നില്ല എന്ന് വിശദീകരിച്ചിട്ടുണ്ട് പ്രവാചകൻ. പിന്നെ ഔ ദമൻ മസ്ഫൂഹൻ, രക്തം എന്നൊരിടത്ത് ഖുർആൻ പറഞ്ഞതിന് ശേഷം രക്തം ഒലിക്കുന്ന രക്തം എന്ന് പറഞ്ഞു. ഇപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ധാരണ പല നാട്ടിലുണ്ട്, പല പക്ഷികളെയോ അല്ലെങ്കിൽ മൃഗങ്ങളെയോ അറുത്തിട്ട്
ആ അറുത്ത സമയത്ത് ഒഴുകി വരുന്ന ആ രക്തം അതേപടി കുടിച്ചാൽ അത് ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല പ്രചാരവേലകളുണ്ട്. ഖുർആൻ അത് വിരോധിച്ചു. എന്നാൽ മൃഗങ്ങളുടെ ശരീരത്തിലെ കരൾ, പ്ലീഹ എന്നീ പറയുന്ന 2 അവയവങ്ങൾ, അത് രണ്ടും യഥാർത്ഥത്തിൽ രക്തം തന്നെയാണ്. പക്ഷേ അത് ഹദീസിൽ വിശദീകരിച്ചു, അവ രക്തമാണെങ്കിലും അത് കഴിക്കാം. ഖുർആനിൽ വിരോധിച്ചിരിക്കുന്നത് ഒരു മൃഗത്തെ, ഒരു പക്ഷിയെ അറുക്കുന്ന സമയത്ത് ഒഴുകി വരുന്ന ആ രക്തം അതേപടി പാത്രത്തിലോ അല്ലെങ്കിൽ വായിൽ വെച്ചോ കുടിക്കുന്നതാണ് വിരോധിച്ചിട്ടുള്ളത്. മൂന്നാമത് വിരോധിച്ചിരിക്കുന്നത് ലഹ്മ ഖിൻസീരിൻ, പന്നിയുടെ മാംസവും കഴിക്കാൻ പാടില്ല എന്ന് വിരോധിച്ചിരിക്കുന്നു. പന്നിയുടെ മാംസത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരു വാക്കുകൂടി പറഞ്ഞു, ഇന്നഹു റിജിസ്, അത് നജസാണ്, മലിനമാണ്, മാലിന്യമുള്ളതാണിത്, നിങ്ങളിത് കഴിക്കേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് വേണ്ടി അറുക്കപ്പെട്ടതും തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. ഏത് പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാൻ പോകുന്നത് എന്ന് എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം, നമുക്കറിയാം. ഇപ്പോഴത്തെ കാലഘട്ടം ലോകത്ത് ഒരു പന്നിപ്പനി എന്നെല്ലാം കൂടി പറയുന്ന ഒരു ഫ്ലൂവിനെ പറ്റിയുള്ള ഭയാശങ്കകളും ബേജാറുകളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ഖുർആനിൻ്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആലോചിക്കുകയാണ്, ചിന്തിക്കുകയാണ്. അതിലൊന്ന് എനിക്ക് ആദ്യം തുടങ്ങാൻ തോന്നുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ, അല്ലെങ്കിൽ അതിന് വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമുക്കുണ്ടാവേണ്ട ഒരു മനോഭാവമുണ്ട്. അതില്ലെന്ന അർത്ഥത്തിനല്ല, ഉറപ്പിക്കാൻ വേണ്ടി പറയാണ്. അള്ളാഹു വിരോധിച്ചുവല്ലോ, ശരി, അതിന് ന്യായം എന്താണ്, യുക്തി എന്താണ് എന്നൊന്നും അന്വേഷിക്കേണ്ട ഒരു ബാധ്യതയും നമുക്കില്ല. അതങ്ങ് കേൾക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ബാധ്യത. അവിടെ നമുക്കുണ്ടാകാവുന്നൊരു സംശയം, മനുഷ്യൻ്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ അടച്ചു വെച്ചിട്ടേ ഒരാൾക്ക് മുസ്ലിം ആവാൻ പറ്റുള്ളൂ, അങ്ങനെ പറഞ്ഞില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന വിശ്വാസങ്ങളുടെ മാർഗത്ത് നല്ലവണ്ണം ആലോചിച്ച് പഠിച്ച് ചിന്തിച്ച് ഒരല്ലാഹ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി, സൃഷ്ടാവ് ഏകനാവണമെന്ന് മനസ്സിലാക്കി, പ്രവാചകത്വം ആവശ്യമുണ്ടെന്ന് അന്വേഷിച്ചറിഞ്ഞ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കുള്ള പ്രവാചകൻ തന്നെയാണെന്ന് സംശയത്തോടെ ചോദിച്ച് അന്വേഷിച്ച് പഠിച്ചുറപ്പിച്ച് എന്നിട്ടൊക്കെ വന്നാൽ മതി. പക്ഷെ കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് പറയുന്ന നിയമങ്ങളുടെ ഓരോന്നിൻ്റെയും യുക്തി തനിക്ക് ബോധ്യപ്പെടണം എന്ന് ശഠിക്കുന്നതിൽ അർത്ഥമില്ല എന്നർത്ഥം. കാരണം നമ്മുടെ മനുഷ്യൻ്റെ ബുദ്ധിയുടെ, യുക്തിയുടെ, ചിന്തയുടെ വളരെയേറെ പരിമിതികൾ നാം തിരിച്ചറിയണമെന്നതുകൊണ്ടാണ്. അതിൻ്റെ ആയത്ത് ഇതാണ്, മാഖാനിലി മോമിനിൻ വലാ മോമിനത്തിൻ, ഒരു വിശ്വാസിയായ ആണിനോ പെണ്ണിനോ യോജിച്ചതല്ല. ഇതാ ഖദല്ലാഹു റസൂലു അംറൻ, അള്ളി റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഐ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, ആ വിഷയത്തിൽ അവരുടെ തന്നിഷ്ടം, തന്നഭിപ്രായം സ്വീകരിക്കുക, അതുണ്ടാവാൻ പാടില്ല എന്നാണ്. നല്ല ഒരു ഉദാഹരണം നമ്മളപ്പാൻ്റെ ഉണ്ട്, ആദം അലൈഹി ഇസ്ലാമിൻ്റെത്. എന്തിനെ ആദം അലൈഹി ഇസ്ലാമിനോട് ആ മരത്തിൻ്റെ കായ തിന്നരുതെന്ന് പറഞ്ഞത്? അറിയില്ല. അള്ളാഹ് തീരുമാനിച്ചു സ്വർഗത്തിൽ അങ്ങനെ ഒരു വിലക്ക് പറഞ്ഞാൽ അത് അതേപടി സ്വീകരിക്കുകയാണ് ആദം എന്ന മനുഷ്യൻ്റെ ബാധ്യത. പക്ഷേ അദ്ദേഹത്തിന് അതിൽ വീഴ്ച പറ്റിപ്പോയി. മനുഷ്യൻ്റെ പ്രകൃതി അതാണ്. അതുകൊണ്ട് തന്നെ പലരും പലപ്പോഴും പരിധി വിടുന്ന് കാണാമെന്നുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അന്വേഷിച്ചോളൂ, അങ്ങനെ വല്ല യുക്തിയുമുണ്ടോ, നീതിയുമുണ്ടോ, ഇന്നതൊക്കെ അനുവദനീയമാണ്, ഇന്നതൊക്കെ അനുവദനീയമല്ല എന്ന് പറയുന്നതിന് ശ്രമിക്കാം. കണ്ടെത്താൻ സാധിച്ചെന്ന് വരാം, സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ ഖുർആൻ ആയത്ത് കൊണ്ടൊരു കാര്യം ഹറാമാണെന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഹദീസിലെ ഒരു വരി കൊണ്ട്, ഒരു ഉറപ്പായ ഹദീസ് കൊണ്ട് അത് നിഷിദ്ധമാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ സമ്മത, ഞാനത് അംഗീകരിക്കുന്നു, ഞാനതനുസരിക്കുന്നു, അതിൻ്റെ യുക്തിയും കാര്യങ്ങളും അറിയാൻ പറ്റുന്ന കാലത്ത് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് സമ്മതം മൂടുക എന്നതാണ് നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടത് എന്ന്. വ്യക്തമാണല്ലോ ഞാൻ പറയുന്നത്. അതായത് അള്ളാഹ്ക്കും റസൂലിനും മനസ്സിലാക്കാൻ പറ്റാതെ പോയ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സഹാബാ കിറാമിന് മനസ്സിലാവാനോ ചിന്തിക്കാനോ സാധിക്കാതെ പോയ കാര്യങ്ങൾ ആധുനികരായ നമുക്ക് ചിന്തിക്കേണ്ടി വന്നു എന്നൊരു മട്ടിലുള്ള ഒരു മികവിൻ്റെ ഭാവം പലപ്പോഴും എടുത്ത് വീക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ക്ലാസ് പറഞ്ഞാണ്, ഈ ആധുനികം എന്നൊക്കെ പറയുന്ന പ്രയോഗം വളരെ അബദ്ധം പിടിച്ചതാണ്. 2009 താമസിക്കുന്ന എനിക്ക് നിങ്ങൾക്കും പറയാം നമ്മളാണ് ആധുനിക മനുഷ്യൻ. ഇത് 1909 ജീവിച്ചവൻ പറയണം അവനാണ്, ഇനി 3000 ജീവിക്കുന്നവൻ പറയും അവനാണ്. ഓരോ കാലത്തുള്ളവനും അവകാശപ്പെടാവുന്ന ഒരു വാക്കേ അതിലുള്ളൂ. മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവങ്ങൾ, അവൻ്റെ ബുദ്ധിയുടെയും ചിന്തയുടെയും പരിമിതികൾ അതെല്ലാ കാലത്തും നിലനിൽക്കും. അത് മറികടക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല എന്ന് അംഗീകരിക്കുക.
അപ്പോൾ പല വിഷയങ്ങളിപ്പോൾ സാമ്പത്തികം എന്താ ഇപ്പോൾ പലിശയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അത് അന്നങ്ങനെ എങ്ങനെ എല്ലാം അറിയുന്ന റബ്ബാ പറഞ്ഞത് പലിശ അത് നിഷിദ്ധമാണ്. ഒരു ന്യായീകരണത്തിനും അതിൻ്റെ പിന്നാലെ പോകേണ്ടയില്ല. ഹറാം ഹറാം. കാലം മാറും, സാഹചര്യം മാറും, ചുറ്റുപാടുകൾ മാറും, പക്ഷെ ഹറാം മാറില്ല എന്നർത്ഥം. രണ്ടാമതൊരു സമീപനം നമുക്ക് ഈ വിഷയത്തിൽ ഉണ്ടാവേണ്ടത് എന്താന്ന് പറഞ്ഞാൽ, അള്ളാഹു ഒരു കാര്യം നിഷിദ്ധമാക്കി എന്നതുകൊണ്ട് അത് പൂർണ്ണമായും ദോഷം മാത്രമേ അതിലുള്ളൂ എന്ന് വിചാരിക്കേണ്ടയില്ല എന്നാ. ഒരു സംഗതിയും പടച്ചോൻ മനുഷ്യന്മാർക്ക് ദോഷമുള്ളത് മാത്രമായിട്ട് ഈ ദുനിയാവ് പടച്ചില്ല. പന്നിയെ പറ്റിയൊക്കെ ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നും പന്നി എന്നൊരു സൃഷ്ടിനെ അള്ളാഹു പടച്ചു, അത് മുഴുവൻ ഷെറ് മാത്രമേ അതുകൊണ്ടുള്ളൂ എന്ന്. അങ്ങനെ റബ്ബ് ചെയ്യുമോ? ഒരു ധർമ്മവും ഈ പ്രപഞ്ചത്തിലെ മനുഷ്യനോ ഇതര ജീവികൾക്കോ ചെയ്യാനില്ലാത്ത ഒരു ജീവിനെയും പടച്ചോൻ പടക്കൂല. പിന്നെ എന്താ വിധി? അതുകൊണ്ടുള്ള ദോഷത്തിൻ്റെ വശം നന്മയേക്കാൾ മുന്നിട്ട് നിൽക്കുന്നു, അപ്പ ഹറാമാക്കുന്നു എന്നാ. യസ്അലൂനക ഖംരി വൽ മൈസിർ. ലഹരി കള്ളിനെ പറ്റി അവർ ചോദിക്കുന്നു, ചൂതുകളിയെ പറ്റി ചോദിക്കുന്നു. ഖുൽ നീ പറയുക, ഫീഹിമാ ഇസ്മുൻ കബീർ, അതിൽ കുറേ ദോഷമുണ്ട്, വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് കുറേ പ്രയോജനമുണ്ട്. പടച്ചോനെ വിശ്വാസമില്ലാത്ത, പരലോക വിചാരമില്ലാത്ത ഒരു മനുഷ്യന് വല്ലാണ്ട് ഇടങ്ങേറും വിഷമമൊക്കെ വരുമ്പോൾ ലേശം കുടിച്ചാൽ 2 മണിക്കൂർ നേരത്തേക്കെങ്കിലും ഒക്കെ മറക്കാൻ പറ്റിയെങ്കിൽ, തല്ലാൻ പോണവന് ധൈര്യം കിട്ടിയെങ്കിൽ, അതൊക്കെ അതിൻ്റെ ഉപകാരമായിട്ട് അവർ പറയില്ല. ഇതൊക്കെ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഖുർആനും പറഞ്ഞു കുടിക്കുന്നത് കൊണ്ട് ചില പ്രയോജനമൊക്കെ ഉണ്ട്. എന്നാൽ ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതുകൊണ്ടുള്ള ഉപകാരത്തെക്കാളേറെ അതിൻ്റെ ദോഷവശമാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് പാടില്ലെന്ന് വെച്ചേക്കോ. കുടിയന്മാർ കുടിയുടെ മെച്ചം പറയുകയും കുടിക്കെതിരെ സംസാരിക്കുന്നവർ അതിൻ്റെ ദോഷവും പറയുന്ന രീതിയാണ് ലോകത്ത് കാണല്. ഖുർആൻ അള്ളാൻ്റെ കിതാബാ. കുടിക്കുന്നതുകൊണ്ട് പ്രയോജനമുണ്ട് എന്ന് ആ കിതാബിലുണ്ട്, പക്ഷേ അതിൻ്റെ പ്രയോജനത്തെക്കാൾ ഏറെ ദോഷമായതുകൊണ്ട് അത് വിട്ടു നിന്നേക്കും. റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, നീ സൃഷ്ടിച്ചവയുടെ ഉപദ്രവത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. അറിയുന്ന സൂറത്തല്ലേ? എന്താ കാര്യം? മനുഷ്യർക്ക് ഉപകാരപ്രദമായ റബ്ബ് ഈ ദുനിയാവിൽ ഉണ്ടാക്കി വെച്ച പലതും മനുഷ്യർക്ക് അനർത്ഥത്തിന് കാരണമാവാറുണ്ട്. തീയും വെള്ളവും വാഹനവും ഒക്കെ മനുഷ്യർക്ക് ആവശ്യമുള്ളതല്ലേ? പക്ഷെ പലപ്പോഴും മനുഷ്യൻ്റെ നാശത്തിനും കാരണം അതൊക്കെ തന്നെയല്ലേ? കാശ് കൊടുത്ത് ആരംഭത്തിൽ വാങ്ങിയ വാഹനമായിരിക്കും ഒരാളുടെ നാശത്തിന് കാരണമാകുന്നത്, മരണത്തിന് കാരണമാകുന്നത്. നല്ല വെള്ളം അത് കുടിക്കാൻ വേണം, കൃഷിക്ക് വേണം, അതായിരിക്കും പലപ്പോഴും പലരും മുങ്ങിച്ചാവാനും കാരണമാകുന്നത്. അപ്പം ഷെറുകൾ, ഈ ഉപകാരത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയിൽ വരെ ഷെറുകൾ സംഭവിച്ചേക്കാം. അത് നമുക്കറിയാൻ പറ്റാത്തത് കൊണ്ട് അഊദു ബി റബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്, പടച്ചോനെ ഉപദ്രവങ്ങൾ ഉണ്ടാവരുത് ഇവ കൊണ്ടൊക്കെ എന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പന്നി ആയാലും നായ ആയാലും പാമ്പായാലും ജീവികളായാലും ഇനി വിരോധിക്കപ്പെട്ട മറ്റ് കുറ്റകൃത്യങ്ങളുണ്ട് ദീനിൽ ഒക്കെ. ഒരു കളവ് നടത്തുന്നവൻ അവൻ അതിൻ്റെ പ്രയോജനമാണ് പറയാം, അതിൻ്റെ അധ്വാനവും പ്രഹാരവും ഒക്കെ. അവൻ്റെത് വേറെ ആരും കേട്ടാലോ അവനതിൻ്റെ ദോഷവും പറയും. അപ്പം എല്ലാറ്റിലും കാണും നന്മയുടെയും ദോഷത്തിൻ്റെയും വശങ്ങൾ. ദോഷത്തിൻ്റെ വശങ്ങൾക്കാണ് മുൻതൂക്കം, അതുകൊണ്ടാണ് വിരോധിച്ചത് എന്ന് തിരിച്ചറിയുക. ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അത് പൂർണ്ണമായും അതിൽ ഒരു നന്മയില്ല എന്ന മട്ടിലേക്ക് പറഞ്ഞെത്തിക്കരുത് എന്നർത്ഥം. അത് ഖുർആൻ്റെ രീതിയല്ല എന്നർത്ഥം. മൂന്നാമത് അള്ളാൻ്റെ ഈ തീരുമാനങ്ങളോട് നമുക്കുള്ള സമീപനം ഇതാണ്. ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് റബ്ബ് പറഞ്ഞത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യത്തെക്കുറിച്ച് സൂറത്തുൽ അഅറാഫിൽ പറയുന്നിടത്ത് ഒരായത്ത് ആവർത്തിച്ച് പറയാറുണ്ട്. കാരണം അത്ര പ്രധാനപ്പെട്ടതാ. യുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വ യുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ഈ പ്രവാചകനെ നിയോഗിച്ചത് നല്ലത് ഹലാലായി പഠിപ്പിച്ചു തരാനാ, ചീത്തയായതൊക്കെ ഹറാമായി പഠിപ്പിക്കാനാ. അപ്പം നമുക്ക് വളരെ വ്യക്തമായൊരു രൂപമുള്ള മനസ്സിൽ അള്ളാഹു ഒരു സംഗതി ഹലാലാണെന്ന് പറഞ്ഞോ സംശയിക്കാനേ ഇല്ല, അത് മനുഷ്യന് ഉപകാരമേ ഉണ്ടാവുള്ളൂ. അതിലൊരു ചെറിയ തരിമ്പ് പോലും ദോഷം മനുഷ്യനുണ്ടാവില്ല, ആ മനുഷ്യന് ഉപകാരമുള്ളതാണ്. അള്ളാഹു ഒരു കാര്യം ഹറാമായെന്ന് പറഞ്ഞോ അതിലൊരു ഉപകാരവും മനുഷ്യനുണ്ടാവില്ല. മനുഷ്യർക്ക് ഏറ്റക്കുറച്ചിലെന്നൊരു ഭൗതികാവസ്ഥയെ പറ്റിയല്ല പറഞ്ഞത്, അത് ഉപേക്ഷിക്കുക എന്നതുകൊണ്ട് മനുഷ്യർക്ക് യാതൊരു നഷ്ടവും സംഭവിക്കില്ല, മനുഷ്യന് ഗുണകരമേ ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയാതെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ പറയാം. ക്ലാസ്സിലെപ്പോഴും ആവർത്തിക്കാറുണ്ട്. വിരോധിക്കപ്പെട്ട വിവാഹങ്ങളെക്കുറിച്ച് ഖുർആൻ സംസാരിച്ചു. 3 വിധത്തിലാണ് വിരോധിക്കപ്പെട്ട വിവാഹങ്ങൾ.
ഒന്നുകിൽ രക്തബന്ധത്തിൻ്റെ പേരിൽ സ്വന്തം പെങ്ങളെ കല്യാണം കഴിക്കും പോലെ, അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിൻ്റെ പേരിൽ ഞാൻ മുലകുടിച്ച പെണ്ണിൻ്റെ മകളെ ഞാൻ കല്യാണം കഴിക്കും പോലെ, അല്ലെങ്കിൽ വിവാഹബന്ധത്തിൻ്റെ പേരിൽ എൻ്റെ ഭാര്യയുടെ ഉമ്മയെ എനിക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത പോലെ. ഇതിലൊന്നും പെടാത്ത വിവാഹങ്ങളുണ്ട്, അവ അനുവദനീയമാണ്. അതേതാ? നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും മക്കൾ തമ്മിൽ നടക്കുന്ന വിവാഹം. എൻ്റെ എളാപ്പയുടെ മൂത്തമ്മയുടെ ഇളയമ്മയുടെ മകളെ എനിക്ക് വിവാഹം കഴിക്കാം. നമ്മളെ നാട്ടിലത് പെങ്ങന്മാരും ആങ്ങളാരെന്നാ പറയല്. ഷെറൈൻ്റെ വിധിയിലത് ആങ്ങളാരും പെങ്ങന്മാരും അല്ല. നിങ്ങളെ മക്കൾ, നിങ്ങളുടെ ആൺകുട്ടികൾ നിങ്ങളെ ജ്യേഷ്ഠൻ്റെ പെൺകുട്ടികളുമായി നിർബാധം ഇടപഴകാൻ പറ്റില്ല. അവർ ആ മര്യാദ, ദീനിൻ്റെ ഹിജാബിൻ്റെ മര്യാദകൾ പാലിച്ചു കൊള്ളണം. അതാണ് ദീനിൻ്റെ വിധി. അർച്ചോനെ എന്തൊരു മതാണിത്, ആങ്ങളാരും പെങ്ങളാരും തമ്മിൽ കല്യാണം കഴിക്കാൻ സംഭവിച്ചിരിക്കുന്നു. എന്നിട്ട് പിന്നെ വേറൊരു ആരോപണം കൂടി, അങ്ങനെയുള്ളവർ തമ്മിൽ വിവാഹബന്ധം നടന്നാൽ അത് ജനിക്കുന്ന കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാക്കും. റബ്ബുൽ ആലമീനായ തമ്പുരാനെ ഹറാമാക്കില്ല. എന്നിട്ട് ജനിക്കാൻ പോകുന്ന മുസ്ലിം സമുദായത്തിലെ മക്കൾക്ക് അംഗവൈകല്യം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന് പടച്ചോൻ നിശ്ചയിച്ച ഒരു കാര്യം മാപ്പിളാർക്ക് നടക്കട്ടെ എന്ന് റബ്ബ് അനുവദിച്ചു കൊടുത്തു എന്ന സംസാരത്തിൻ്റെ രീതി എന്തായി പറയുന്നത്? ഏറ്റവും അധികം മാത്രം വിവാഹം നടക്കുന്ന നാടുകളാണ് അറബി നാടുകൾ. ഇവിടെ പേര് കുടുംബം വിട്ടു പോകല്ല. ഒക്കെ ഈ പറയുന്ന എളാപ്പാൻ്റെയും മൂത്താപ്പാൻ്റെയും മക്കൾ തമ്മിലാണ് കല്യാണം നടക്കൽ. എന്നിട്ട് ഇവിടെ ഒന്നായിട്ട് അംഗവൈകല്യ സ്വാഭാവികമായുള്ള ഒരളവുണ്ട്, അതിലപ്പുറം എന്താ ഉള്ളത്? അപ്പം അങ്ങനല്ല. ഒരാൾ അയാളുടെ പിതാവിൻ്റെ സഹോദരന്മാരുടെയോ പിതാവിൻ്റെ സഹോദരിമാരുടെയോ മാതാവിൻ്റെ സഹോദരന്മാരുടെയോ മാതാവിൻ്റെ സഹോദരിമാരുടെയോ മക്കളെ വിവാഹം കഴിച്ചാൽ അത് ദീൻ വിരോധിക്കാത്തതാണ്. നമ്മളവിടെ നിന്ന് കൂട്ടിപ്പറയണം അള്ള അനുവദിച്ചതാ എന്നാൽ അതുകൊണ്ടൊരു ദോഷം ഉണ്ടാവില്ല. അള്ള വിരോധാക്കിയതാ എന്നാൽ അത് ഉപേക്ഷിച്ചതുകൊണ്ട് മനുഷ്യന് ദോഷം വരില്ല. ഈ ഒരു തീരുമാനത്തിലാണ് നമ്മൾ ആ കാര്യങ്ങളെ കാണേണ്ടത് എന്നർത്ഥം. അപ്പോൾ ഇത് ഈ ഒരു സന്ദർഭം അതിന് അനുകൂലമാണ്, അല്ലെങ്കിൽ പറയാൻ അനുകൂലമാണ് എന്നുകൊണ്ടാണ് പറയുന്നത്. ഈ മാത്രമല്ല, നമ്മളൊരു കാര്യം കൂടി മനസ്സിലാക്കുക. കാലം ഖുർആൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് 1400 ചില്ലാനും കൊല്ലം കഴിഞ്ഞു. ഇന്ന് വരെ അള്ള ഹലാലാക്കിയ ഒരു കാര്യം മനുഷ്യർ ദോഷമാണെന്ന് തെളിയിക്കപ്പെട്ടില്ല. ആളുകൾക്ക് പലതും പറയാം. തെളിയിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞ വിവാഹം പോലത്തെ വിഷയങ്ങളാണെങ്കിൽ പിന്നെ പഠനം നടക്കണം. സന്ദർഭങ്ങൾ 10, 100, 1000 ആളുകളെ പഠിച്ചിട്ട് പറയണെന്താ ഇങ്ങനെ ദോഷമുണ്ട് എന്ന്. ഇതുവരെ അങ്ങനത്തെ ഒരു വിവരം നടന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, പണ്ട് കാലത്ത് കേരളത്തിലൊരു കാക്ക എഴുതിയ കഥ. അയാളെ പിന്നെ കാണാണ്ടല്ല അതാ ചെയ്തത്. അയാൾ പറഞ്ഞ ചുരുക്കം എന്താണെന്നറിയോ? മുസ്ലിങ്ങളിൽ ഈ അന്ധത പെരുകാൻ കാരണം നോമ്പ് വെച്ചിട്ടാണ്. പിന്നെ മൂപ്പര ആരോ എടുക്കോ കൊണ്ടുപോയി, അത് വേറെ വിഷയം. ആളെ തിരിച്ചറിയാൻ അത്രയും പറഞ്ഞത് അതിനോടുള്ള സ്നേഹം കൊണ്ടല്ല. അപ്പോൾ ലോകത്ത് മുസ്ലിങ്ങൾ കേരളത്തിൽ ഇത്തിരിയേ ഉള്ളൂ. ഒരു പഠനം നടക്കുമ്പോൾ പറയും ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ അന്ധന്മാരാ നോമ്പോറ്റതിൻ്റെ പേരിൽ. അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി പറഞ്ഞാൽ അത് ഏറ്റെടുക്കാൻ ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു കണക്കെടുപ്പ് നടന്നിട്ടില്ല എവിടെയും. ഈ അള്ളാഹു അനുവദിച്ചൊരു കാര്യം നാശകരമായി തീരുന്നു. മാത്രമല്ല, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഓരോന്നും വിരോധിക്കപ്പെടേണ്ടതാണെന്ന് നാട്ടുകാരൊക്കെ ഏറ്റു പറയാൻ തുടങ്ങുകയാണ്. അതാണ് പുതുമ. നമ്മൾ മുമ്പ് ആന്ത്രാക്സിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, കാലുകളിലുണ്ടാകുന്ന രോഗത്തെപ്പറ്റി. അതിനെ കാരണം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? സസ്യബുക്കായി അള്ളാഹു സൃഷ്ടിച്ച ഒരു ജന്തുവിനെ സസ്യബുക്കിൽ നിന്ന് മാറ്റി മാംസബുക്കാക്കി മാറ്റാൻ മെനക്കെട്ടപ്പോൾ അത് ആകെ ഇടകറായി അനർത്ഥമായി. ഇതാ സംഭവിച്ചത്. അതിന് പുല്ലും വൈക്കോല തിന്നാൻ കൊടുക്കണ്ടേ. അതിന് പകരം പാലുണ്ടാക്കാനോ അതിൻ്റെ മറ്റ് ശക്തികൾ കൂട്ടാനോ വേണ്ടിയിട്ട് അതിൻ്റെ മാംസാഹാരത്തിൽ നിന്ന് മാറ്റിയിട്ട് വ്യാപകമായി അതിനെന്താക്കി മാറ്റി സസ്യാഹാരത്തിൽ മാറ്റിയിട്ട് മാംസാഹാരങ്ങൾ കൃത്യമായി കൊടുക്കാൻ മെനക്കെട്ടും. അത് കൊടുക്കാൻ മെനക്കെട്ടപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി. അത് മാറ്റരുത് നിങ്ങൾ, അത് അവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഉള്ള ജിൻസ് അവിടെ നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ അതിന് പോഷിപ്പിച്ചോന്നല്ലാതെ അള്ളാഹു ഉണ്ടാക്കി വെച്ച സംവിധാനത്തെ മാറ്റാൻ മെനക്കെടരുത്. കൃത്രിമ മഴ പെയ്യിക്കാൻ മെനക്കെട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും അറിയാം എന്നെക്കാളേറെ നിങ്ങൾക്ക്. ഈ നീരാവിയുള്ള മേഘങ്ങൾ തങ്ങി നിൽക്കുമ്പോൾ അവ സാന്ദ്രീകരിച്ച് മഴ പെയ്യാൻ കാരണമാവുന്ന പൊടിപടലങ്ങളുടെ അഭാവമാണെങ്കിൽ വിമാനങ്ങളിൽ പോയിട്ട് ചെറിയ ക്രിസ്റ്റലുകൾ വിതറിയിട്ട് കൃത്രിമമായി മഴ പെയ്യിക്കാൻ ശ്രമിച്ചു. ഉണ്ടായ അനുഭവം എന്താ? കാലാവസ്ഥക്ക് ഒരു തലയില്ലാതായി. എപ്പോഴാ മഞ്ഞ്, എപ്പോഴാ മഴ, എപ്പോഴാ കാറ്റ് എന്ന് പറയാൻ വയ്യാതായി. അതുകൊണ്ട് വികസിത രാജ്യങ്ങൾ ആ പരിപാടി നിർത്തി. ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഒക്കെ പിന്നാലെ വരില്ലേ. കൃത്രിമമായി ഒരു മഴയൊക്കെ പെയ്യും. പക്ഷെ കൃത്രിമമായി ആ മഴ പെയ്യിച്ചാൽ പിന്നെ ആ നാട്ടിൽ ഒരു കൃഷി നടത്താൻ പറ്റാത്ത കോലത്തിലേക്കാണ് വരുന്നത്. കാരണം എപ്പോഴാ മഴ, എപ്പോഴാ എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലേക്കാവും കാലാവസ്ഥയിൽ മാറ്റം വരുന്നു എന്നുള്ളതാണ്.
പലിശക്കെതിരെ ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ഭയങ്കര കുഴപ്പങ്ങൾ നടക്കുന്നു, മുദ്രാവാക്യങ്ങളും കുറേ കൊല്ലങ്ങളായി അവർ തുടങ്ങിയിട്ട്. അച്ഛനും അമ്മയും കുടുംബം ബാക്കിയൊക്കെ ബാങ്കിൻ്റെത് എല്ലാം കൊടുക്കും ബാങ്ക്. അച്ഛനും അമ്മയാണ് മരിച്ചു പോകുമ്പോൾ ഈ വീടായിരുതാ ബാങ്കിൻ്റെത്, വാഹനായിരുതാ ബാങ്കിൻ്റെത്, കുട്ടികളെ വിദ്യാഭ്യാസം ബാങ്കിൻ്റെത്, ഈ മക്കൾ മുഴുവൻ ബാങ്കുകളുടേതാണ്. മക്കളോട് ബാങ്ക് പറയും പേടിക്കൊന്നും വേണ്ട, ഞങ്ങൾ നിങ്ങളെ പുറത്താക്കൊന്നുമില്ല, ജീവിച്ചോ, എന്ത് വേണം ഇനി തരാം, പാപ്പാക്കും മാക്കും കൊടുത്ത പോലെ നിങ്ങൾക്കും തരാം. ഇവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ വിദ്യാഭ്യാസമോ വിവാഹമോ വാഹനമോ ജീവിതം എന്ത് വേണമെങ്കിലും ഞങ്ങൾ തരാം. ഈ ഒരു സമൂഹത്തെ മുഴുവൻ ബാങ്കുകൾ കൈയടക്കി വെച്ചു. അവസാനം നാട്ടുകാർക്ക് ബോധം വന്നിട്ട് പറഞ്ഞു ഈ പരിപാടി പറ്റൂല, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ തടിച്ചു കൊടുക്കാൻ പറ്റൂല. ഇന്നിപ്പോൾ ലോകത്തുണ്ടായ ഈ സാമ്പത്തിക മാന്ദ്യത്തെ പറ്റിയുള്ള ചിന്തയിൽ ഒരു വലിയ കാരണം തന്നെ അതിൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നത് ഇസ്ലാം വിരോധിച്ച ഊഹ കച്ചവടങ്ങളും ഇസ്ലാം വിരോധിച്ച സാമ്പത്തിക ക്രമങ്ങളുമാണ്. അത്ഭുതമല്ലേ? ഇല്ലാത്ത സാധനങ്ങളെ പെരുപ്പിച്ചും ഉണ്ടാക്കിയും സംഭവിച്ചേക്കാമെന്ന് കണക്കാക്കി ഈ 6 മാസത്തിനോ 8 മാസത്തിനോ ശേഷം നടക്കാവുന്ന കാര്യങ്ങളെപ്പറ്റി ഇപ്പോഴേ നടത്തുന്ന വെറും ഊഹ കച്ചവടങ്ങൾ, അവയൊക്കെയായി താളം തെറ്റിച്ചത്. എന്താ തല ഉരാൻ വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇസ്ലാം വിരോധിച്ച കുറ്റകരമായ ലൈംഗിക ബന്ധങ്ങൾ, നിശ്ചിതമായ രീതിയിലല്ലാതെയുള്ള ലൈംഗിക ബന്ധം, അതുണ്ടാക്കുന്ന ദൂഷ്യങ്ങളെപ്പറ്റി മനുഷ്യന്മാർ ബേജാറാ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ലഹരിയെപ്പറ്റി വിരോധിച്ചു. മുസ്ലിങ്ങളായ ആൾക്കാർ ഒരു പോലീസും വേണ്ട, പട്ടാളും വേണ്ട, വെറുതെ തരാമെന്ന് പറഞ്ഞാലും ലഹരി ഉപയോഗിക്കില്ല. അതാണ് മുസൽമാൻ. അല്ലാത്തവനെ പറ്റി ഞാൻ വിധി പറയേണ്ടതില്ലല്ലോ. എന്നിട്ട് ഈ ലഹരി എന്ന സ്വഭാവത്തിൽ നിന്ന് ആളുകളെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ചെലവഴിക്കുന്ന തുകയുടെ അളവ് കേട്ട ഞെട്ടും നമ്മൾ. ആകെ കൂടി ബേജാറാവുക. അപ്പോൾ ഇസ്ലാം പറഞ്ഞ നിയമങ്ങൾ എന്താണോ അത് മുഴുവൻ മനുഷ്യർക്ക് ഉപകാരപ്രദമാണെന്ന ബോധം, വിരോധിച്ചവ മനുഷ്യർക്ക് ഉപകാരത്തിന് വിരോധിച്ചാണെന്ന ബോധം, അത് കാലം കൊണ്ട് തെളിയിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു സമാധാനമുള്ള കേൾവിയാണ്, ഒരാശ്വാസത്തിൻ്റെതാണ്. ഇതാണ് അള്ളാൻ്റെ നിയമങ്ങളോടുള്ള നമ്മുടെ സമീപനം. എനിക്ക് അവിടെ തന്നെ ഇനിയും പറയാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്കൊക്കെ ഇതൊക്കെ അറിയാമെങ്കിലും പല സമയത്തും നമ്മളിങ്ങനെ താളം തെറ്റുന്ന കാണാം. ആ ജാതി ഹക്കും ബാത്തിലൊക്കെ നോക്കി ഈ അവിടെ ഇരുന്നോ, ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും നോക്കിയാൽ പറ്റൂല, അങ്ങനെയൊക്കെ അങ്ങ് പറയുന്നത് കേൾക്കാം നമ്മളാളുകൾ. ചിലപ്പോൾ വീട്ടിലെ പെണ്ണുങ്ങൾ പറയും അതൊക്കെ അള്ളാഹിൻ്റെ റസൂലിൻ്റെയും സഹാബികളെയും കാലത്ത്, ഇപ്പോഴത്തെ കാലത്തുണ്ട് അങ്ങനെയൊക്കെ നോക്കി നടക്കരുത്. സ്ത്രീധനം പോലത്തെ വിഷയം മുന്നിൽ വന്നാൽ നമ്മുടെ തീരുമാനം എന്താണെന്നറിയോ? ഞാൻ മാത്രം വിചാരിച്ചപ്പോൾ നിൽക്കോ, എൻ്റെത് കഴിയട്ടെ, ഞാൻ ശേഷം ആറാമാക്കാം. എങ്ങനെ നമ്മൾ ഇത്ര ലളിതമായി ഇത്തരം കാര്യങ്ങൾ കാണുന്നത്? ഇല്ല. അള്ളാൻ്റെ തീരുമാനങ്ങളോടുള്ള നമ്മുടെ സമീപനം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. നീ കൽപ്പിച്ചുവോ ഞാൻ സ്വീകരിക്കുന്നു, നീ വിരോധിച്ചുവോ ഞാനത് ഉപേക്ഷിക്കുന്നു എന്നതാണ്. എങ്കിൽ ഈ പന്നി എന്ന് പറയുന്ന ഈ സാധനത്തെ പറ്റി ഖുർആൻ വേറെ 3 സ്ഥലത്തും കൂടി പറഞ്ഞ്, ദുനിയാവിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതിൽ പന്നിയുടെ മാംസത്തെ പറ്റിയാണ് കഴിക്കരുതെന്ന് ഖുർആൻ കണിശമായി പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാനുണ്ടായിരുന്ന വഹീൻ്റെ അടിസ്ഥാനത്തിൽ തേറ്റയുള്ള കോമ്പലുള്ള മൃഗങ്ങൾ തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷികളിൽ നഖം കൊണ്ട് ഇറുക്കി പിടിച്ച് തിന്നുന്നവയുണ്ട്, അവയും തിന്നാൻ പാടില്ലാറിന്. പരുന്തിനെ പോലെയുള്ളവ റാഞ്ചി എടുക്കുന്നവയും തിന്നാൻ പാടില്ലാറിന്. പിന്നെ വേറെ ചില ജൈവികളെ എണ്ണി പറയുകയും ചെയ്തു. ഇപ്പോഴതല്ലല്ലോ ക്ലാസ്സിലെ വിഷയം. എങ്കിൽ ഈ പന്നിയെപ്പറ്റി ഇത്ര പ്രത്യേകം എടുത്ത് പറഞ്ഞല്ലോ റബ്ബ് അത് പാടില്ല. അതിൻ്റെ മാംസം എന്ന് പറയുമ്പോൾ മാംസം മാത്രമല്ല, അതിൻ്റെ കൊഴുപ്പായാലും പല്ലായാലും രോമായാലും അതിൻ്റെ ബാക്കി എല്ലാ ഭാഗങ്ങളും വിരോധിക്കപ്പെട്ടത് തന്നെയാണ്, തിന്നാനായാലും അല്ലാതിരുന്നാലും. അപ്പം എന്താണ് മനുഷ്യന് ഈ പന്നിയെ പറ്റിയുള്ള ഇതുവരെയുള്ള അറിവുകൾ കൊണ്ട് കിട്ടിയത്? കുറേ കാര്യങ്ങളുണ്ട് പന്നിയെപ്പറ്റി. ഒന്ന്, ഇതിലിപ്പോൾ ഞാനൊരു സമർത്ഥനം ആവണമല്ല, നിങ്ങളെപ്പോലെ അന്വേഷിക്കാവുന്ന ഒരുത്തൻ ഞാൻ എന്നേ ഉള്ളൂ. എനിക്ക് കിട്ടിയ അറിവിൻ്റെ ഭാഗങ്ങൾ ഞാൻ പങ്കുവെക്കാം, അബദ്ധം ഉണ്ടെങ്കിൽ തിരുത്താം. ഒന്ന്, ഈ ജീനുകളുടെ ഘടനയിൽ മനുഷ്യനുമായി വളരെ സാമ്യമുള്ള ഒരു മൃഗമാണ് ഈ പന്നി. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും, സംഭവം അങ്ങനെയാണ്. പന്നി മനുഷ്യനുമായി വളരെ ഈ നമ്മുടെ ജനറ്റിക് ഘടനയുണ്ടല്ലോ ശരീരത്തിലെ, അതുകൊണ്ട് ഈ ജീനുകൾ പലപ്പോഴും നമ്മുടെ ജീനുകളും ഈ പന്നികളുടെ ജീനുകളും തമ്മിൽ വളരെ സാമ്യമുണ്ടെന്നാണ്. പന്നിയുടെ മാംസം എത്ര അധികരിച്ച ഊഷ്മാവിൽ ചൂടാക്കിയിരുന്നാലും അതിലെ ജനിതക അംശങ്ങൾ ചത്തൊടുങ്ങുന്നില്ല എന്നാണ്. അതുകൊണ്ട് അത് കഴിക്കുന്ന ആളുടെ ശരീരത്തിൽ ആ ജനിതക ഭാഗങ്ങൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജീനുകളുമായി ഇവ യോജിച്ച് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ
മറ്റു ജീവികളുടെ മാംസങ്ങളോ കഴിച്ചതുകൊണ്ട് അവ നമ്മുടെ സ്വഭാവത്തെയോ പെരുമാറ്റത്തെയോ സ്വാധീനിക്കാൻ സാധ്യതയില്ലെങ്കിലും പന്നിയുടെ മാംസം കഴിക്കുന്ന ഒരു വ്യക്തിയിൽ ആ ജന്തുവിൻ്റെ സ്വഭാവങ്ങൾ സ്വാധീനിക്കാൻ വിദൂരമായ സാധ്യതകളെങ്കിലുണ്ട്. പിറ്റേന്ന് തന്നെ ആവുന്നല്ല, സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ഒരു സാമ്യത എന്താണെന്ന് പറഞ്ഞാൽ പന്നിയുടെ ശരീരത്തിൽ വളരാവുന്ന ബാക്ടീരിയകളും വൈറസുകളും വേമുകളും മനുഷ്യൻ്റെ ശരീരത്തിലും അതുപോലെ വളരും. തിരിച്ചു പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിനുള്ളിൽ വളരുന്ന വിരകളില്ലേ, ആ വിരകൾ ബാക്ടീരിയകൾ വൈറസുകൾ അതൊക്കെ അത് മിക്കതും പന്നിയുടെ ശരീരത്തിൽ വളരാൻ സാധ്യതയുണ്ട്. കാരണം ഇവർ തമ്മിൽ വളരെ യോജിപ്പുണ്ട് എന്നാണ്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് കുത്തിവെക്കാനുള്ള ഇൻസുലിൻ ആദ്യമായി എടുത്തിരുന്നത് പന്നികളിൽ നിന്നാണ്. ഇപ്പം പേടിക്കേണ്ട, പന്നികളിൽ നിന്നല്ല, പന്നികളിൽ നിന്നാണ് ആദ്യമായി ഈ പ്രമേഹ രോഗികളായ മനുഷ്യർക്ക് ഉപയോഗിക്കേണ്ട ഇൻസുലിൻ എടുത്തിരുന്നത് പന്നികളിൽ നിന്ന് കുത്തിയെടുത്ത് അതാണ് ഈ രോഗികൾക്ക് മനുഷ്യർക്ക് കുത്തി കൊടുത്തത്. ഇപ്പോഴത് കൃത്രിമമായ രീതിയിൽ വേറെ ഉണ്ടാക്കുന്നു, പന്നികൾ ഉപയോഗിക്കുന്നില്ല എന്നാണ് ഉത്തരവാദപ്പെട്ടവരുടെ ലേഖനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഈ മനുഷ്യർക്കുണ്ടാവുന്ന ഈ എല്ലുകളുടെ ബലക്ഷയം കുറയുന്ന ഒരു രോഗമുണ്ട്. ആ രോഗത്തിന് വേണ്ട ഒരു ഘടകവും ഇതുപോലെ തന്നെ പന്നിയിൽ നിന്ന് വികസിപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. പന്നിയുടെ ഹൃദയത്തിൻ്റെ വാൽവുകളും മനുഷ്യൻ്റെ വാൽവുകളും തമ്മിൽ വളരെ സാമ്യമുണ്ട്, വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണെന്ന വിധത്തിൽ അത്രയ്ക്ക് യോജിപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റബ്ബത് വിരോധിക്കുമ്പോഴുള്ള വലിയൊരു ചിന്ത ഇത് തന്നെ ആയിരിക്കും, ഒരു യുക്തി തന്നെ ആയിരിക്കും. ബാക്കിയുള്ളതൊക്കെ വേവിച്ചാൽ ചാവൂടോ, ഇത് വേവിച്ചാലും അതിൻ്റെ ആ ജനറ്റിക് സ്വഭാവം മാറൂല, അപ്പം അത് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ സ്വഭാവത്തിലും സ്വാധീനം ചെലുത്തണ്ട എന്നതായിരിക്കാം റബ്ബിൻ്റെ ഹിക്മത്ത്. അല്ലാഹു അലം. രണ്ടാമതൊരു വിഷയം ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് പന്നിയെപ്പറ്റിയും, പന്നിക്ക് നല്ല ഘ്രാണശക്തിയാണ്, മണക്കാനുള്ള കഴിവ് നായ്ക്കളുടേതിന് ഏതാണ്ട് ഒപ്പമാണ്. അതുകൊണ്ട് ചുരുക്കം ചില രാജ്യങ്ങൾ പോലീസ് വിഭാഗങ്ങളിലും മറ്റുമൊക്കെ പന്നികളെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം വിജയിച്ചതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പരിശീലിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നാണ്, നായ്ക്കൾക്ക് സമാനമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പന്നികളെ പറ്റിയുള്ള മനുഷ്യൻ്റെ ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, പന്നികളിൽ 450ഓളം രോഗങ്ങളുടെ 450 തരം രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണമായ ബാക്ടീരിയകളെയോ വൈറസുകളെയോ വഹിച്ചുകൊണ്ടാണ് ഈ പന്നി ജീവിക്കണമെന്നാണ്. അതുപോലെ തന്നെ വിരകളും മറ്റ് രോഗാണുക്കളുമൊക്കെ. പക്ഷെ ഇവ പശുക്കളിലുണ്ട്, പക്ഷികളിലുണ്ട്, പലതിലുണ്ട്. പക്ഷെ താരതമ്യം ചെയ്യുമ്പോൾ ഈ അളവ്, അതായത് ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും അളവ് പന്നികളിൽ മറ്റുള്ളതിനേക്കാൾ കൂടുതലാണ് എന്നതാണ്, വളരെ കൂടുതലാണ് എന്നതാണ്. നാലാമതായി മനുഷ്യൻ മനസ്സിലാക്കിയ വളരെ അപകടകരമായ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ പന്നികളിൽ കാണപ്പെടുന്ന ഈ വെള്ളത്തിലും മറ്റുമൊക്കെ കാണപ്പെടുന്ന ഒരു ബാക്ടീരിയ, ആ ബാക്ടീരിയ വളരെ മാരകമാണ്. പക്ഷേ ഒരിടത്തും അത് വളരില്ല, ഒരു ജീവിയുടെ ശരീരത്തിലും അത് വളരില്ല. പന്നിയുടെ നാവിൽ മാത്രമാണത് വളരുന്നത്. ഞാൻ അതിൻ്റെ ആ ടെക്നിക്കൽ ടേംസ് എനിക്കങ്ങനെ, എൻ്റെ ഫീൽഡ് അതല്ലല്ലോ, അതുകൊണ്ടാണ് ആ ബാക്ടീരിയ പ്രത്യേക പേരെടുത്ത്, ഒരു പ്രത്യേക ബാക്ടീരിയ അടുത്ത കാലത്ത് കണ്ടുപിടിച്ചതാണ്. അത് വളരെ മാരകമായ ഒട്ടനവധി രോഗങ്ങൾക്ക് കാരണമാക്കുന്നതാണ്. അത് വെള്ളത്തിലൊക്കെ കാണപ്പെടും, മറ്റു ജീവികൾ കാണപ്പെടും, പക്ഷേ അവിടെയൊന്നും അതിന് വളരാൻ കഴിയില്ല. ആ ബാക്ടീരിയയുടെ വളരാനുള്ള ഏറ്റവും വലിയ പറ്റിയ ഇടം പന്നിയുടെ നാവാണെന്നാണ്. അപ്പോൾ പന്നിയുടെ നാവിനെന്തരത്ര പ്രത്യേകത എന്ന് അന്വേഷിച്ചപ്പോഴാണ് കിട്ടുന്നത്, ഫാസ്റ്റ് ഫുഡുകളിൽ, പന്നി കൊണ്ടുണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡുകളിൽ പന്നിയുടെ നാവ് ഒരു പ്രധാന ഘടകമാണ് പോലും. പന്നിയുടെ മാംസം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഫാസ്റ്റ് ഫുഡുകളിൽ, ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പന്നിയുടെ നാവ് പ്രത്യേകം എടുത്ത് ചേർക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. മില്യൺ കണക്കിന് അവർ പറയുന്നത് ഓരോ വർഷവും ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന നാവുകളിൽ. ഈ നാവുകളിലാണ് ഈ പ്രത്യേകതരം ബാക്ടീരിയ നശിപ്പിക്കപ്പെടാൻ പറ്റാത്തത് വളരുന്നത് എന്ന് മനുഷ്യൻ സ്ഥിരീകരിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ പന്നിക്ക് സ്വന്തമുള്ളതാണ്. നേരത്തെ പറഞ്ഞത് മറ്റു ജീവികൾക്ക് കൂടി ബാധകമായ ഒരു വിഷയമാണ്. എയ്ഡ്സിനെ പറ്റിയുള്ള ഒരു പഠനത്തിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അല്ല ഏതാണ്ടൊരു വർഷം മുമ്പ് ഒരു പാഠം കാണാനിടയായി. കണ്ടുപിടിച്ചത് എന്നാണ് കൃത്യമായി എനിക്ക് പറയാൻ കഴിയില്ല. എന്താന്ന് പറഞ്ഞാൽ, മറ്റു ജീവികളിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരും. ഇപ്പോൾ പൂച്ചയും കുരങ്ങുമൊക്കെയാണ് എയ്ഡ്സ് രോഗത്തിൻ്റെ അണുക്കളുമായി ആദ്യം തുടങ്ങിയത്. അവരിൽ നിന്നാണത് മനുഷ്യരിലേക്ക് പകർന്നത്. പിന്നെ മനുഷ്യരിൽ നിന്ന് മറ്റു മനുഷ്യരിലേക്കും പകർന്നു. എന്നാൽ ഒരിക്കലും
ഈ മനുഷ്യരിൽ നിന്ന് കുരങ്ങിലേക്കോ പൂച്ചയിലേക്കോ ആനയിലേക്കോ അല്ലെങ്കിൽ കാളയിലേക്കോ പശുവിലേക്കോ രോഗാണുക്കൾ അങ്ങോട്ട് പകരില്ല. എന്നാൽ മനുഷ്യൻ കണ്ടെത്തിയ ഒരു അത്ഭുതം, പന്നി മാത്രമാണ് ലോകത്ത് ഇങ്ങനത്തെ ഒരു ജീവിന്നാ. മനുഷ്യൻ ഇങ്ങോട്ട് രോഗാണുക്കളെ നൽകുക മാത്രമല്ല, മനുഷ്യനിലെ രോഗാണുക്കളെ അങ്ങോട്ട് സ്വീകരിക്കാൻ കഴിയുന്ന ഏക ജീവി പന്നിയാണെന്നുള്ളതാണ്. അത് പന്നിയെപ്പറ്റി മാത്രമുള്ളൊരു പ്രത്യേക കണ്ടുപിടുത്തമാണ്. അതായത് ഏത് രോഗമാവട്ടെ പന്നിയിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാം, മനുഷ്യരിലേക്ക് പകരാം, പിന്നെ തിരിച്ചങ്ങോട്ട് പോവില്ല. അപ്പം എന്താ സംഭവിക്കുക? നിങ്ങൾക്ക് നല്ല പനിയോ മറ്റ് രോഗങ്ങളോ മാരകമായ രോഗങ്ങളുണ്ടെന്ന് വിചാരിക്കുക, നിങ്ങളെ വീട്ടിലെ പശുവോ നിങ്ങളെ വീട്ടിലെ കോഴിയോ നിങ്ങളെ വീട്ടിലെ ആടോ ഒന്നും മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല. നേരെ മറിച്ച് നിങ്ങളെ വീട്ടിലുള്ള പന്നി നിങ്ങളിലെ രോഗാണുവിനെ സ്വീകരിച്ച് അവിടെ കൈവശം വെക്കും. എന്നിട്ടത് ആവശ്യം വരുമ്പോൾ വീട്ടിലെ മറ്റംഗങ്ങൾക്കോ അയൽവാസികൾക്കോ കൊടുത്തുകൊണ്ടേയിരിക്കും. ഈ സ്വഭാവം ലോകത്ത് പന്നി എന്ന് പറയുന്ന ഒരു മൃഗത്തിന് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടുപിടിക്കപ്പെടുമ്പോൾ റബ്ബുൽ ആലമീനായ തമ്പുരാൻ മാറ്റി നിർത്തിയേക്ക് എന്ന് പറയുന്നതിൻ്റെ യുക്തി മനസ്സിലാകുന്നുണ്ട്. ഏതാണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ക്ലാസ്സുകളുമായിട്ടോ നമുക്ക് ബന്ധപ്പെട്ടോ കിട്ടാവുന്ന ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് ഓർമ്മയിൽപ്പെടുത്തുകയാണ്. ഇപ്പം ഇവിടെ ഒരു വിഷയം ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം ഹറാമാക്കി പറയാൻ, നിഷിദ്ധമാക്കി പറയാൻ ഈ കാരണങ്ങൾ മാത്രം മതിയോ? രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്നെല്ലാം ഉള്ളത് കൊണ്ട് മാത്രം? കാരണം ഈ വിഷയങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളായ നമ്മൾ മാത്രമല്ല. നമ്മൾ പറയുന്ന കാരണങ്ങളും ന്യായങ്ങളും അള്ളാഹുവിൻ്റെ കിതാബിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ അത് എതിർക്കുന്ന ആളുകൾക്ക് വരെ അംഗീകരിക്കാൻ പറ്റണം. നിങ്ങളിത് പറയുമ്പോൾ അവർക്ക് വേണേൽ തിരിച്ചു ചോദിക്കാമല്ലോ, പക്ഷിപ്പനിയുടെ വൈറസുകൾ കൊണ്ട് നടക്കാൻ കോഴിക്കാവുമല്ലോ, എന്നിട്ടെന്തേ കോഴിയെ ഹറാമാക്കാതിരുന്നത്? ആന്ത്രാക്സ് പോലെയുള്ള രോഗങ്ങളുടെയും വേറെ പല മാരകമായ വൈറസുകളും ഈ പശുവും കാളയും ആടുമൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, എന്നിട്ടെന്താ അതൊന്നും ഹറാമാക്കാതിരുന്നത്? ഈ പാവം പന്നിയെ മാത്രം എന്ത് വേട്ടയാടുന്നെന്തിനാ? നേരല്ലേ? മാത്രമല്ല, നമ്മളൊരു കാര്യം കൂടി ഇതിൻ്റെ സത്യാവസ്ഥയെ പറ്റി കൂടുതൽ ബോധ്യപ്പെടുക. എന്താണെന്നറിയോ? ലോകത്ത് വർഷങ്ങളായി നിരന്തരമായി പന്നിമാംസം ഉപയോഗിക്കുന്ന രാജ്യങ്ങളുണ്ട്. കണക്കെടുപ്പ് എങ്ങനെയെന്നറിയോ? ആകെ ഉപയോഗിക്കുന്ന മാംസത്തിൻ്റെ 25% പന്നിമാംസാന്നാ ലോകത്താകെ ഉപയോഗപ്പെടുത്തുന്ന. ഒട്ടകവും ആടും മാടും എല്ലാം കൂടി കൂട്ടിയിട്ടുള്ളതിൽ 25% ലോകത്താകെ ഉപയോഗിക്കുന്നത് പന്നിമാംസമാണെന്നാ. അപ്പം ഇത്ര അധികം പന്നിമാംസം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ മനുഷ്യൻ ഉപയോഗിച്ചിട്ട് പന്നി ഇത്ര വലിയൊരു അപകടകാരിയായ ഒരു സാധനമാണെങ്കിൽ വ്യാപകമായൊരു നാശം ലോകത്തുണ്ടാവണ്ടേ? അങ്ങനെ വന്നിട്ടില്ലല്ലോ, അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പം ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങളോ ഇതുവരെയുള്ള അറിവുകൾ കൊണ്ടോ മാത്രം ഇത് മാത്രമാണ് പന്നിയെ നിരോധിക്കാനുള്ള കാരണം എന്ന് പറയാൻ പറ്റുമോ? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഒരു ഇത്തിരി പോന്ന വാക്ക്, ഇന്നഹു റിജിസ്. പന്നി നിങ്ങൾ കഴിക്കണ്ട, അത് മലിനമാണ്. എന്താണ് അതിലെ മാലിന്യം? കുറച്ച് നിങ്ങൾ കണ്ടാണ്, പിന്നെ 0.0001 അത്രയൊക്കെ പറയാവുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഭാവിയിൽ പഠിക്കും, ഇതിനേക്കാൾ പഠിക്കും. പന്നിയെ പറ്റിയുള്ള പൂർണ്ണമായൊരു ചിന്ത, അതിൻ്റെ യഥാർത്ഥ ദ്രോഹം എന്താണ്, ദോഷം എന്താണെന്നതിനെപ്പറ്റി ഇന്നേ വരെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. അതിനിയും തെളിയിക്കപ്പെടാനിരിക്കുന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിയാനാണ് ഞാനീ പറഞ്ഞത്. ഇപ്പം പറഞ്ഞോളൂ, ആപേക്ഷികമായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇതര ജീവജാലങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ആ ജന്തുവിനുണ്ട്, അതുകൊണ്ടാണ് ദീൻ വിരോധിച്ചത് എന്ന് മനസ്സമാധാനത്തോടെ പറഞ്ഞോളൂ, അഭിമാനത്തോടെ പറഞ്ഞോളൂ. നേരെ മറിച്ച് പന്നിയെക്കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്, റിജിസ്. അത് മലിനമാണ് കേട്ടോ എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് കുറേ ആഴവും പരപ്പുമുണ്ട് ആ വാക്കിന്. എന്ന് വെച്ചാൽ വരും കാലങ്ങളിൽ ഇനിയും ഈ ജന്തുവിനെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, ദോഷങ്ങൾ എന്താണ് മനുഷ്യ സമൂഹത്തിന് എന്നത് ഇനിയും തെളിയിക്കപ്പെടാനിരിക്കുന്നേ ഉള്ളൂ എന്നർത്ഥം. കാരണം ഇല്ലെങ്കിൽ അത് തിന്നുന്ന നാട്ടുകാർ പറയല്ലോ, നിങ്ങൾ ഈ പറഞ്ഞൊക്കെ നേരാ, ഞങ്ങൾക്കും അറിയാതെ, പക്ഷെ ഞങ്ങൾ എത്ര കാലമായി പന്നി ഉപയോഗിക്കുന്നു, ഇതുവരെ ഞങ്ങൾക്ക് സാധാരണയുള്ള അസുഖമല്ലാതെ ഒന്നും ഉണ്ടായില്ല, ഞങ്ങളെ മക്കൾക്കും ഇല്ല എന്നല്ല അവർ പറയാ. അപ്പോൾ ഇതെല്ലാം ഉണ്ട് എന്ന് സത്യമാണ്, ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, സംഗതി ശരിയാണ്. പക്ഷേ
അതിന് ഇനിയും തെളിയിക്കപ്പെടാൻ ബാക്കിയുണ്ട് എന്ന് തിരിച്ചറിയാം. കാരണം അള്ളാഹു ഉപയോഗിച്ച ആ വാക്ക് റിജിസ് എന്ന പദമുണ്ടല്ലോ, അതിൻ്റെ വിശദാംശങ്ങൾ മനുഷ്യൻ കണ്ടെത്തണം. അത് വിശദീകരിക്കാനുള്ള ബുദ്ധി അള്ളാഹ് മനുഷ്യന് നൽകല്ലാതെ, മുസ്ലിങ്ങൾ ആ പണി ഏൽപ്പിക്കാന്നല്ലാതെ അള്ളാഹ് അത് വഹി കൊണ്ട് വിശദീകരിച്ച് തരാറില്ല. അപ്പം ഇനി നമുക്ക് അന്വേഷിക്കാനുള്ളത് പൂർവികരായ മതപണ്ഡിതന്മാർ എന്ത് ചെയ്തു? നമ്മുടെ പഴയ കാലത്തെ ഖുർആൻ വ്യാഖ്യാതാക്കളും ഹദീസ് വ്യാഖ്യാതാക്കളും ഫുഖഹാക്കളും അവര് വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയം അവതരിപ്പിച്ചാൽ അതിന് ബുദ്ധിപരമായ ന്യായങ്ങൾ പറയാൻ ശ്രമിച്ചിട്ടുകൊണ്ടാണ് പറയാറ്, എല്ലാ കാര്യങ്ങളെ പറ്റിയും കഴിവിൻ്റെ പരമാവധി. അതിൽ അവർ പറഞ്ഞ 1-2 കാരണങ്ങളുണ്ട് പൂർവികരായവർ. ഈ പന്നി എന്ന മൃഗത്തിന് ഈ ലജ്ജ എന്ന് പറയുന്ന സ്വഭാവത്തിന് വളരെ കുറവാണെന്ന് അവർ പറഞ്ഞത്. ലജ്ജ എന്ന് ഉപയോഗിക്കുമ്പോൾ സാധാരണ നാണം എന്നതല്ല, ഈ ലൈംഗിക ബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോഴുണ്ടാകുന്ന ഒരു നാണമുണ്ടല്ലോ ജീവികളുടെ. മറ്റ് ജീവികൾ കാണുന്നിടത്തുനിന്ന് അവ ഒഴിഞ്ഞു പോവും, മനുഷ്യൻ കാണുന്നിടത്തുനിന്ന് ഒഴിഞ്ഞു പോവും. ചില ജീവികളൊക്കെ ഇണചേരും സമയത്ത് മനുഷ്യനോ മറ്റോ നോക്കാൻ നിന്നാൽ വന്ന് ആക്രമിക്കും. ഒട്ടകത്തെ പറ്റിയൊരു ചൊല്ലുണ്ട്, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ട് ഹക്കാന്ന് പറഞ്ഞ് നടക്കരുത്. ഒരു ചൊല്ല്, നുണ പറയാൻ മെനക്കെടില്ല, ഒരു നാട്ടു ചൊല്ലുണ്ട്. എന്താണെന്നറിയോ? ഒട്ടകം ഇണചേരുമ്പോൾ ആരെങ്കിലും കണ്ടാൽ ഒന്നുകിൽ അത് സ്വയം ചാവും, അല്ലെങ്കിൽ അത് കണ്ടവനെ കൊല്ലുന്ന. പണ്ട് കാലത്തെ അറബി സാഹിത്യത്തിലുള്ള, ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അപ്പോഴത്തെ ഒട്ടകം മാറിയണോന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ടൊരു വാചകമല്ലെന്നർത്ഥം. പഴയ കാല അറബി ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു ഉദ്ധരണിയാണിത്. അത്രയ്ക്ക് ലജ്ജയാണ് ഒട്ടകത്തിനൊക്കെ എന്ന്. അത് ഇണചേരുന്നത് ആരും കാണാൻ പാടില്ല, മറ്റു മനുഷ്യനെങ്ങാനും കണ്ടു നിന്നാൽ അതിനത്ര കൈവാണെന്ന. ഒന്നുകിൽ അത് സ്വയം ചാവാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അത് കാണാൻ മെനക്കെട്ടവനെ കൊല്ലാൻ ശ്രമിക്കുന്ന അത്രയ്ക്ക് ലജ്ജയാണ്. പക്ഷേ ഈ കാര്യം സത്യമാണ്, പന്നിയാണ് ജീവികളിൽ ഈ ഒരു നാണമില്ലാത്തത്. അവ സമൂഹമായി ഇണചേരും, സമൂഹമായി ആവും, ആരുമായി കണ്ടാലും അവർക്ക് യാതൊരു, മറ്റു ജീവികളൊക്കെ ഒഴിഞ്ഞു പോവുക ചെയ്യുക. അതൊരു ഫാക്റ്റാണ്, ഒരു സത്യമായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് പൂർവികരായ മഹാന്മാർ പറഞ്ഞു, ഫുഖഹാക്കളും മുഫസ്സിറുകളും മുഹദ്ദിസുകളും പറഞ്ഞു, അതിൻ്റെ പ്രകൃതം കണ്ടില്ലേ, ഇതാണ് ഈ ജന്തു. എന്ത് നിറമുള്ളതാണ്? റോസ് നിറമുള്ളതുണ്ട്, പിന്നെ ഇരുണ്ട നിറമുള്ളതുണ്ട്. ഏത് നിറമായാലും സ്വഭാവം തന്നെയല്ല എല്ലാറ്റിൻ്റെയും. അതുകൊണ്ടായിരിക്കാം റബ്ബുൽ ആലമീനായ തമ്പുരാൻ ആ സ്വഭാവം ഉണ്ടാവേണ്ട എന്ന് കരുതിയായിരിക്കാം വിരോധിച്ചതെന്ന് പറഞ്ഞു. മറ്റൊരു കാരണം അവർ ചൂണ്ടിക്കാണിച്ചത്, പന്നിക്ക് വൃത്തികെട്ട സാധനങ്ങൾ മുഴുവൻ ഇഷ്ടമാണ്. കച്ചറ, അതിലാണ് പലപ്പോഴും ജീവിതം ഉണ്ടാകുക. അതാ ജന്തുവിൻ്റെ കുറവല്ല, അള്ളാൻ്റെ തീരുമാനം അതാണ്, അതങ്ങനെ ജീവിച്ചോട്ടെ എന്ന്. അപ്പോൾ ആ നിലക്ക് അതാണ് അതിൻ്റെ കാരണം എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്താന്ന് പറഞ്ഞാൽ, മുസ്ലിം പണ്ഡിതന്മാർ ഇത് പള്ളി മെമ്പറുകളിൽ നിന്നും ടി വികളിലുമൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ, മറിച്ച് ഇതിന് പിന്തുണക്കുന്നവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, നിങ്ങളൊക്കെ ഞങ്ങളുടെ ഫാം കണ്ടിട്ടുണ്ടോ, പന്നിൻ്റെ ഫാം? നിങ്ങളുടെ തറവാടിനേക്കാളേറെ വൃത്തിയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഉപയോഗിച്ച വാക്കാണ്. നിങ്ങളൊക്കെ പറയുന്ന പതിനേക്കാൾ എന്ത് വൃത്തിയാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമുകളിലൊക്കെ ഇപ്പോഴത്തെ പന്നി, ഞങ്ങൾ തിന്നുന്ന പന്നി അങ്ങനത്തെ കച്ചറകളൊന്നും തിന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാനീ പറഞ്ഞത്, പൂർവികരായ മഹാന്മാർ അവരുടെ കഴിവും വിവേകവും അറിവും അനുസരിച്ച് അതിൻ്റെ ന്യായീകരണങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് മുസ്ലിം ലോകത്ത് നല്ലൊരു മറുപടി ഉണ്ട്. എന്താണ്? എന്ത് തിന്നാൻ കൊടുത്താലും പന്നി തന്നെയാണല്ലോ, അതിൻ്റെ പ്രകൃതി മാറിയില്ലല്ലോ. അവിടെ രസകരമായ ഒരു ശ്രമം നടന്നിട്ടുണ്ട്. പന്നി ശരിക്കും മാംസബുക്കാണ്, അതിനെ സസ്യബുക്കാക്കി മാറ്റാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പന്നി മാറിയിട്ടില്ല എന്നുള്ളതാണ്. പന്നിന് മാറ്റാൻ കഴിഞ്ഞില്ല. കാരണം വ്യാപകമായ അടിസ്ഥാനത്തിൽ അതിൽ ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങളിൽ ഇതിനെ ഈ മാംസാഹാരം കൊടുക്കുന്നതിനേക്കാളേറെ സസ്യാഹാരങ്ങൾ കൊടുത്ത് തീറ്റിച്ച് മാറ്റിയെടുത്താൽ, ജനിതകമായൊരു മാറ്റം മാറ്റിയെടുത്താൽ വലിയ ലാഭമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ശ്രമിച്ചു, എല്ലാം പരാജയപ്പെട്ടു എന്നാണ്. സസ്യാഹാരങ്ങൾ ഇടകലർത്തി കഴിക്കുമെന്നല്ലാതെ ഒരു സസ്യബുക്കാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ഏത് ഈ മാംസങ്ങൾ തുടർച്ചയായി കഴിക്കുന്ന വ്യക്തികളിൽ ഈ ജനിതക സ്വഭാവങ്ങൾ പകരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ പൂർവികന്മാർ ഇത്രയൊന്നും ശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത കാലത്ത് തഫ്സീറുകളിലും ഹദീസിൻ്റെ കിതാബുകളിലും ഫിഖ്ഹിൻ്റെ കിതാബുകളിലും എഴുതി വെക്കുക. ഇന്നത്തെ കാലത്ത് മനുഷ്യൻ മനസ്സിലാക്കുക, മിക്ക ജീവികളുടെയും മാംസം ഒരു 100 ഡിഗ്രി ഊഷ്മാവിൽ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ജനിതക അംശം മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പന്നിയുടേത് ഏത് വലിയ ഊഷ്മാവിൽ ചൂടാക്കിയിരുന്നാലും ശരി, അതിൻ്റെ ജനിതക സ്വഭാവം നശിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് കഴിക്കുന്ന വ്യക്തിയുടെ ജനിതക സ്വഭാവങ്ങളുമായി കൂടിച്ചേരാൻ സാധ്യത ഉണ്ട് എന്ന് ലോകത്ത് മനുഷ്യൻ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ആ പൂർവികരായ മുഹദ്ദിസുകളുടെ, മുഫസ്സിറുകളുടെ, ഫുഖഹാക്കളുടെ ചിന്തക്ക് മുമ്പിൽ നന്ദി പറയാൻ തോന്നുക, സലാം പറയാൻ തോന്നുന്ന ബഹുമാനത്തോടെ. അപ്പോൾ അതാണ് ആ പൂർവികന്മാർ പറഞ്ഞ മുഴുവൻ തള്ളിക്കളയേണ്ടതില്ല എന്നർത്ഥം. ഇനി നിങ്ങളുടെ ശ്രദ്ധയിൽ ഇപ്പോൾ കൊണ്ടുവരാൻ തോന്നുന്നൊരു കാര്യം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയാണ്. ഒരു കുരുത്തക്കേടല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവിനെ പറ്റി സൂചിപ്പിക്കുന്ന ഹദീസിൽ എന്താ വാചകം? അദ്ദേഹം കുരിശ് പൊട്ടിക്കും, പിന്നെ
പന്നിയെ കൊല്ലും, പിന്നെ ജിസിയ എടുത്തു കളയും എന്നെല്ലാം കൂടി പറഞ്ഞ് അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുന്നതെല്ലാം കൂടി പ്രയോഗമുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വരവ് ലോകത്തിൻ്റെ അന്ത്യത്തോടടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടം വരെ പന്നി എന്ന ജീവി മനുഷ്യനോടൊത്ത് ജീവിക്കുന്നുണ്ടാവുമെന്നും അതിനെ കഴിക്കുകയോ വ്യാപാരം നടത്തുകയോ ചെയ്യുന്ന സമ്പ്രദായം ലോകത്ത് നിലനിൽക്കുമെന്നുമാണ് ഹദീസിലെ വാചകം. ഇതുകൊണ്ടൊന്നും തീരൂല, അങ്ങനെ നിലനിന്നു പോകുന്ന ഉണ്ടാവാം, നിലനിൽക്കുകയും ചെയ്യാം എന്നതാണ്. അത് ഹദീസിലെ വാചകമാണല്ലോ, അതുകൊണ്ട് തന്നെ അതുണ്ടാവും. എന്നിട്ട് കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോയി ഇതിൻ്റെ ഭയങ്കര ഭവിഷ്യത്തിനെ പറ്റി മനസ്സിലാകുന്ന ഒരു കാലഘട്ടത്തിൽ വേണമെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പോലെയുള്ള ഒരു മഹാന്റെ സാന്നിധ്യം കൂടി ഉണ്ടാകുന്ന ഒരു സമയത്ത് ഇതിനെതിരെയുള്ള സംസാരങ്ങൾ നടക്കുക. അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലായി. എന്താ അറിയോ? ഈസാ നബി അലൈഹി ഇസ്ലാം പന്നിക്കെതിരാ, ക്രിസ്ത്യാനികൾ പറയും പോലെയല്ല എന്നർത്ഥം. ഇന്ന് ലോകത്ത് ക്രിസ്ത്യൻ സമൂഹമാണ് പന്നികൾക്ക് വേണ്ടി, പന്നികൾ ആഹാരത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു വിഭാഗം. കുറ്റകരാന്ന് കാണുന്നില്ല ഏറ്റവും ചുരുങ്ങിയത്. പരിശോധിച്ച് നോക്കുമ്പോൾ ജൂതമതത്തിൽ ഇത് നിഷിദ്ധമാണ്. ചരിത്രത്തിൽ പണ്ട് ഒരു ജൂതമത വിശ്വാസി ക്രിസ്ത്യാനിയായോ എന്ന് സംശയമുണ്ടെങ്കിൽ അവനെ പരീക്ഷിക്കൽ തന്നെ അവന് പന്നിമാംസം തിന്നാൻ കൊടുത്തിട്ടാണ്. ബ്രിട്ടനിലും മറ്റുമുള്ളൊരു കഥ വായിക്കുന്നുണ്ട്. അങ്ങനെ ജൂതൻ ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞാൽ ആളുകൾ ഉറപ്പാക്കൽ പന്നിൻ്റെ മാംസം വേവിച്ചു കൊടുക്കും. ഓൻ തിന്നാൻ കൂട്ടാക്കിയാൽ ധൈര്യമായിട്ട് പറയാം ക്രിസ്ത്യാനിയായിക്കണെന്ന്. അത്രക്കാണ് ജൂതന്മാർ തെറ്റാണ് കണക്കാക്കിയത്. പഴയ ഈജിപ്തിലും അതുപോലെ പഴയ പല പ്രദേശങ്ങളിലും പന്നിയുടെ മാംസവും കഴിക്കൽ കുറ്റകരമായി കണക്കാക്കിയിരുന്നു. പന്നിയെ മേയ്ക്കുക എന്നുള്ളത് മോശപ്പെട്ട പണിയായി കണക്കാക്കിയിരുന്നു. അങ്ങനെ പന്നിയോടൊരു ഒരു വിരക്തി പണ്ട് കാലത്തേ ഉണ്ട്. ആ ശരീഅത്തിന്റെ തുടർച്ചയിലാണ്, തൗറാത്തിന്റെ തുടർച്ചയിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം വരുന്നത് എന്നുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ പന്നിയെ അനുവദിച്ചിട്ടുണ്ടാവില്ല, നിഷിദ്ധമായിരിക്കണം. ക്രിസ്ത്യാനികൾ ഈസാ നബിയെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കിയ ആളുകൾക്ക് പിന്നെ ഒരു പന്നിൻ്റെ കാര്യത്തിൽ അത്ര വിട്ടുവീഴ്ച, അവരത് ഹലാലാക്കിയതായിരിക്കാനാണ് കണക്കാൻ സാധ്യത. രസകരമായ ഒരു കാര്യം, ഈജിപ്തിലെ ഒരു കർദിനാൾ ഈ കഴിഞ്ഞ 5-ാം തീയതി ഒരു ഉത്തരവ് പ്രകടിപ്പിച്ചു. കിബിത്തികളായ ഞങ്ങൾ പന്നി മാംസം മുമ്പും കഴിക്കലില്ല, ഇപ്പോഴും കഴിക്കലില്ല, ഞങ്ങൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ നേരെ ഈജിപ്തിലെ പുരാതന വംശങ്ങളെ കിബ്തികളുണ്ടല്ലോ, ആ കിബ്തികളായവരുടെ വിഭാഗത്തിൽപ്പെട്ടവരായ ഞങ്ങൾ പണ്ട് മുതലേ പന്നി മാംസം കഴിക്കാറില്ല, ഞങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു. അത് മതപരമായി നിഷിദ്ധമാണെന്ന് പറയാനുള്ള അധികാരമൊന്നും എനിക്കില്ല, പക്ഷേ അത് പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ എന്തിനാണ് നമ്മൾ ക്ലാസ്സിൽ ഇത് പറയുന്നത്? നമുക്ക് നമ്മുടെ പക്കലൊരു തിയറിയുണ്ട്, ദീൻ പഠിപ്പിച്ചൊരു തിയറി, ഒരു തത്വം. എന്താണ്? ലോകത്തെ എല്ലാ മതങ്ങളും ആദ്യം ഇസ്ലാമായിരുന്നു, അതിൽ നിന്ന് മാറിപ്പോയതാ ഇവരൊക്കെ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. എല്ലാ മതങ്ങളും ഇസ്ലാം, ഹിന്ദുമതമായാലും ക്രിസ്തുമതമായാലും ജൂതമതമായാലും കൺഫ്യൂഷ്യസ് മതമായാലും ലോകത്ത് അറിയപ്പെട്ട എന്ത് മതമായാലും ആ മതങ്ങളുടെയൊക്കെ ഉത്ഭവം ഇസ്ലാമാ. ഇസ്ലാമിൽ നിന്ന് അള്ളാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാർ തിരിച്ചു പോയപ്പോൾ ആ പ്രവാചകന്മാരുടെ പിൻതലമുറക്കാരാണ് താളം തെറ്റി മറ്റു മതങ്ങളിലേക്ക് പോയതെന്നാണ് ഖുർആന്റെ തത്വം. അത് ശരിവെക്കുകയാണ് ഇത്തരം തത്വങ്ങൾ. എന്താ? മറ്റു മതങ്ങളിലൊക്കെ നിഷിദ്ധമാണെന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം ഹറാമാക്കൂലല്ലോ. പ്രവാചകനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയല്ലല്ലോ. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊന്നും വായിക്കാനും പഠിക്കാനും പോയില്ല. അദ്ദേഹം ഒരിക്കലല്ല 4 തവണ പറഞ്ഞു ഖുർആനിൽ ഇത്. പിന്നെ തൻ്റെ വചനങ്ങളിലും പറഞ്ഞു പന്നി മാംസം കഴിക്കരുത്, പന്നിയുമായി ബന്ധപ്പെട്ട് കഴിക്കരുത് എന്നിങ്ങനെ വിശദീകരിച്ചു. പിന്നാലെ വന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് നിഷിദ്ധമാണ് മറ്റു മതങ്ങളിൽ, മറ്റു ഇസങ്ങളിൽ, മറ്റു സംസ്കാരങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഖുർആൻ പറഞ്ഞ ആശയം എല്ലാ മതങ്ങളും ഒരു ഉത്ഭവത്തിൽ നിന്നാണ് വന്നത്, പിന്നീട് ഉണ്ടായതാണ് എന്ന് പറയുന്ന തത്വത്തെ അംഗീകരിക്കുകയും ചെയ്യുന്നു.